ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ സ്വർഗ്ഗം നിങ്ങൾക്കിടയാക്കും. എന്തുകൊണ്ടാണ് കുടുംബജീവിതം തകരുന്നത്? പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവമുഖം അന്വേഷിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്കെല്ലാം പറയട്ടെ, നമ്മുടെ എല്ലാ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. പക്ഷെ കുടുംബജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ മുഴങ്കാലമടക്കി ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം, ഒരു സ്വഭാവം അവൻ ഇന്ന് പകൽക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതാണ് ഏറ്റവും വലിയ കടമയെന്ന് പറയുന്നത്. മറ്റുള്ളതിലേക്ക് പോകുന്നില്ല. മൂന്നാമത്തെ വിഷയം, അവൻ വിവാഹം, അവൻ ഒന്ന് കർമ്മമാണ്, രണ്ട് ധർമ്മമാണ്, മൂന്ന് ഇതൊരു മർമ്മമാണ്. എനിക്ക് മുമ്പേ സൂക്ഷിച്ച കർത്തൃന്മാർ തിരുവനന്തപുരത്തിൽ നിന്ന് വിവാഹത്തെ കുറിച്ച് പറഞ്ഞു. നടക്കുവാൻ പോകുന്നത് ഒരു സംഭവത്തിന്റെ നിഴലാണ്. ചില ദിവസങ്ങളോ ചില നിമിഷങ്ങളോ കഴിയുമ്പോൾ ഈ മധ്യാകാശത്തിൽ യേശു കർത്താവ് തന്റെ സഭയുമായി ചേർക്കപ്പെടുന്ന ഒരു വിശുദ്ധ വിവാഹം നടക്കുവാൻ പോകുന്ന നിഴലായിട്ടാണ് ഈ ഭൂമിയിൽ ദൈവം വിശുദ്ധ കുടുംബ ജീവിതത്തെ ആക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തു സഭയുമായുള്ള കാര്യത്തിൽ ഈ ഭൂമിയിൽ കൊടുത്തിരിക്കുന്ന സാദൃശ്യങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമാണ് കുടുംബജീവിതം. എന്താ കുടുംബജീവിതം എന്ന് അതിന് ഏറ്റവും ശ്രേഷ്ഠമായ സാദൃശ്യമായ വെച്ചെന്ന് ചോദിച്ചാൽ കുടുംബജീവിതമാണ് ഏറ്റവും എക്സ്ക്ലൂസീവ് റിലേഷനുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കുടുംബജീവിതത്തിലാണ്. അതിന്റെ ഇടയിൽ അവൻ തടസ്സങ്ങളില്ല. സുതാര്യമായ ഒരു ജീവിതമാണ് കുടുംബജീവിതം. ഇങ്ങനെയാണ് കുടുംബജീവിതം നയിക്കുന്നത്. ഇത് ഒരു മർമ്മമായി കർത്താവ് വെച്ചിരിക്കുക. ശ്രദ്ധിക്കൂ, അവൻ മധ്യവേദത്തിൽ നടക്കുവാൻ പോകുന്ന ആ വലിയ ശുശ്രൂഷയുടെ നിഴലായി ഈ ഭൂമിയിൽ അവൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന കുടുംബജീവിതം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാനായിരിക്കണം. ഞാനൊരു പദം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കട്ടെ, നാം ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരിൽ നിന്നും അവൻ മധ്യവേദത്തിൽ നടക്കുവാൻ പോകുന്ന ആ വിവാഹ ശുശ്രൂഷക്കാർ ഉടമ്പടി ചെയ്യപ്പെട്ടവരാണ്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് അംഗീകരിച്ച് അവൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുവൻ സ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മനവും പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന ഒരു ദൈവവേദന മധ്യരേഖത്തിലുള്ള ആ വിവാഹത്തിൽ അവനെ കടലിൽ അംഗമായി തീരുവാനിടയായി തീരും. അവൻ പൗലോസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ ഏക പുരുഷന് നിങ്ങൾ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, എന്നാൽ എന്നെ കേൾക്കുന്ന ജനത്തോട് എനിക്ക് ഒരു സന്ദേശം പറയാനുണ്ട്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകദാസനെയും വിട്ട് അവരെ നിങ്ങളുടെ ഹൃദയം വശമായി പോകാതിരിക്കാൻ ഈ തലമുറയിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ശ്രദ്ധിക്കെ, നമ്മളൊക്കെ കർത്താവിനെ സേവിക്കുന്നവരാണ്. പക്ഷേ ഇറങ്ങി തിരിച്ച നാളെയാണ് ആദ്യ സ്നേഹം ഇന്ന് പകൽ എത്രത്തോളം ഉണ്ടെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? ശ്രദ്ധിക്കെ, ഞാനിങ്ങനെ ജീവിതം പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, അവൻ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനെ ആദ്യ ദിവസം തന്നെ ആദ്യ ദിവസം അവൻ ആദ്യ രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് അതിരാവിലെ അവൾ എഴുന്നേറ്റ് ഒരു കപ്പ് കാപ്പിയുമായി അവൻ ഭർത്താവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവരുടെ ഉള്ളിലെ ആ ഒരു ചിന്തയുണ്ട്, എന്റെ ഭർത്താവിന്റെ കാപ്പികൾക്ക് മധുരം ആവശ്യമാണോ, പാൽ ആവശ്യമാണോ, ഇത് കൊള്ളാമോ, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരിക്കും, അദ്ദേഹത്തിന് ഇഷ്ടം എന്തായിരിക്കും, അദ്ദേഹം എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ഒരു ചിന്തയോടെയാണ് ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് കാപ്പി കൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ ആദ്യ ദിവസം കൊടുത്ത ആ പ്രവൃത്തി ഒരു മാസം കഴിയുമ്പോൾ ഉണ്ടാകുകയല്ല. അവൻ ഒരു മാസം കഴിയുമ്പോൾ കാപ്പി കൊണ്ടുവന്ന് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് പറയും, ദേ കാപ്പി ഇരിക്കുന്നു, വേണേ കുടിക്ക്. എല്ലാ കാര്യവും അറിയാമോ? ചില ദിവസങ്ങളുടെ പരിചയം കൊണ്ട് എന്റെ അച്ഛൻ ഇത്ര ഓടുന്നെന്ന് മനസ്സിലാക്കി.